ഏ മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പാട്ടിയാലയൊന്നുമല്ല, ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന എറണാകുളം ഡെമോക്രാറ്റ് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. ഞങ്ങളിപ്പോൾ പരുമലപ്പള്ളിയിൽ നിന്നും ഇപ്പോൾ വീണ്ടും തിരുവല്ലയിലോട്ട് തിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരു ട്രെയിനുണ്ട് 9:30 മെമു, അതിൽ നേരെ കോട്ടയത്തേക്ക് പോകും. ബാക്കി കാഴ്ചകൾ നമുക്ക് കോട്ടയത്തെ കാഴ്ചകളൊക്കെ കാണാം. കഴിഞ്ഞ കുറേ വീഡിയോസ് കോട്ടയത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്ന വീഡിയോസാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞങ്ങളിപ്പം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നമുക്ക് കാണാനുള്ളത് കോട്ടയത്തെ കാഴ്ചകളാണ്. ഇതുണ്ട്, ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ 2 പ്രാവുകളുടെ കളിയുണ്ടോ. അപ്പോൾ നല്ല രസം തോന്നിയപ്പം ഞാൻ അതും ഒന്ന് നമ്മുടെ ക്യാമറയിൽ പകർത്തിയതാണ്. അപ്പം നമുക്ക് നേരെ കോട്ടയത്തെ വിശേഷങ്ങളിലോട്ട് പോകാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. അപ്പം ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇത് നമുക്കിവിടെ റൂം എടുക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഞങ്ങൾ ഈ മെമു ട്രെയിനിനാട്ടോ ഇവിടെ വന്നത്. പിന്നെ നമ്മൾ പോയിട്ട് റൂമൊക്കെ എടുത്ത് സെറ്റാവട്ടെ. നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്, നല്ല രസമുള്ളൊരു കാഴ്ച. നിങ്ങൾ കണ്ടോളൂ. കോട്ടയം അറിയപ്പെടുന്നത് അക്ഷര നഗരി എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച പട്ടണമാണ് കോട്ടയം. തെക്കുംകൂർ ഭരണാധികാരികളുടെ രാജകൊട്ടാരം സംരക്ഷിക്കപ്പെട്ടിരുന്നത് തളിയിൽ കോട്ട എന്ന കോട്ടയാണ്. ഈ കോട്ട എന്ന വാക്കും അകത്ത് എന്നർത്ഥമുള്ള അകവും ചേർന്നാണ് കോട്ടയം ഉണ്ടായത്. കോട്ടയ്ക്കകം അത് ലോപിച്ചുണ്ടായതാണ് കോട്ടയം. മുട്ടത്ത് വർക്കിയും കോട്ടയം പുഷ്പനാഥും അരുന്ധതി റോയിയുമൊക്കെ അടങ്ങിയ സാഹിത്യകാരന്മാരുടെ നാടും കൂടിയാണ് നമ്മുടെ കോട്ടയം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ നാടും കൂടിയാണ് കോട്ടയം. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് ഉടലെടുത്തിട്ടുണ്ട് കേട്ടോ. സാഹിത്യകാരന്മാർ മാത്രമല്ല, മമ്മൂട്ടി, ബാബു ആൻ്റണി, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൺ, ഗിന്നസ് പക്രു, മനോജ് കെ ജയൻ, പിഷാരടി, ജോസ് പ്രകാശ്, അതുപോലെ തന്നെ പാർവതി ഓമനക്കുട്ടൻ, മീനാക്ഷി, ഭാമ, ജ്യോതിർമയി, നമിത പ്രമോദ് തുടങ്ങിയ ഒട്ടനവധി സിനിമാ താരങ്ങളുടെ നാടും കൂടിയാണ് കോട്ടയം. ഞാനേ വേറൊരു സംഭവം കാണിച്ചു തരാം. അതായത് ഈ കോട്ടയത്താണ് ആദ്യത്തെ ഈ ആകാശപാത നിർമ്മിച്ചത്. പക്ഷേ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ റൗണ്ടിൽ ഇങ്ങനെ നടക്കാനുള്ള സംഭവമാണത്. പക്ഷേ ഇപ്പോൾ അത് തൃശ്ശൂർ ശക്തനിൽ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇപ്പോൾ റെക്കോർഡ് കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കോട്ടയത്തുകാരാണ്. അവർ കോട്ടയത്ത് നിന്നും വയനാട്ടിലോട്ട് കുടിയേറി പാർത്തവരാണ്. അപ്പോൾ നമ്മളും കോട്ടയക്കാരാണ്. കോട്ടയത്ത് അധികവും ക്രിസ്ത്യൻ സമുദായക്കാരാണുള്ളത്, അച്ചായന്മാർ. ഈ കോട്ടയത്തെ അച്ചായന്മാരുടെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. കോട്ടയം കുഞ്ഞച്ചൻ, സ്ഫടികം, ചതുരംഗം, നസ്രാണി തുടങ്ങിയ കോട്ടയം ഭാഷ സംസാരിക്കുന്ന ഒരുപാട് മലയാള സിനിമകൾ നമ്മുടെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചതും കോട്ടയത്താണെന്നാണ്, CMS കോളേജ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ കൂടിയുള്ള സ്ഥലമാണ്
കോട്ടയം. വേമ്പനാട്ട് കായലും മാംഗോ മെഡോസും വാഗമണ്ണും കുമരകവും ഒക്കെ അടങ്ങിയ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം. കോട്ടയം ആയാങ്കുടി ഞങ്ങൾ കോട്ടയത്ത് 2 ദിവസം ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കറങ്ങി. തേരപ്പാര കോട്ടയത്ത് കറങ്ങിട്ടോ. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനിടയ്ക്ക് ഞങ്ങളുടെ യാത്രയെ ചുറ്റിക്കാൻ ഒരു മഴയും പെയ്തു. നമ്മൾ റൂം എടുത്തത് ഇവിടെയാണ്, മാലി. ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് റൂം എടുത്തത്. നമ്മൾ സാധാരണയായിട്ട് ഒന്നി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെടുക്കും, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെടുക്കും. കോട്ടയം ബസ് സ്റ്റാൻഡ് കുറച്ച് ദൂരമാണ്. നമുക്ക് യാത്ര ചെയ്യുന്ന അധികം ബസ് സ്റ്റാൻഡ് കൂടിയാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടിയാണ് അധികം ബസ്സുകൾ പോവുക. അതുകൊണ്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എടുത്തത്. ഞങ്ങൾ വീണ്ടും കോഴിക്കോട്ടേക്ക് തിരിക്കാൻ വേണ്ടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയാണ്. 2 ദിവസം കോട്ടയത്ത് കറങ്ങിയതിന് ശേഷം കോഴിക്കോട്ടേക്ക് നമ്മുടെ ശതാബ്ദി ട്രെയിനിനാണ് കയറിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10:30 ആകുമ്പം കോഴിക്കോടെത്തും, രാത്രി 10:30. അപ്പോൾ കുറച്ച് കാഴ്ചകൾ നമുക്ക് ട്രെയിൻ യാത്രക്കിടയിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരപേക്ഷയുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാനും അപേക്ഷിക്കുന്നു. തൽക്കാലം നമ്മുടെ കോട്ടയം യാത്രയുടെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്നേഹപൂർവ്വം റോയി 3R വീഡിയോസ്. ബൈ ബൈ.